ഗുഡ് മോർണിംഗ്. ഇന്ന് ഈ വീഡിയോയിൽ വരാനുള്ള പ്രധാനപ്പെട്ട കാരണം ഒന്ന് രണ്ട് പ്രോഡക്റ്റ് പരിചയപ്പെടുത്തുക എന്നുള്ളതാണ്. ആ പ്രോഡക്റ്റ് വളരെ അത് യൂസ്ഫുൾ ആയിട്ടുള്ള പ്രോഡക്റ്റുകളാണ്, എല്ലാം യൂസ്ഫുൾ ആണ്. പക്ഷേ ഇപ്പോഴത്തെ ഈ സമയത്ത് നമ്മൾ ഉപയോഗിക്കേണ്ട ഏറ്റവും നല്ലൊരു പ്രോഡക്റ്റായിട്ടാണ് എനിക്ക് തോന്നിയത്. അതുകൊണ്ടാണ് ഞാനത് പരിചയപ്പെടുത്താൻ വേണ്ടിയിട്ട് വന്നിരിക്കുന്നത്. പലപ്പോഴും നേരിട്ട് കാണുമ്പോൾ അല്ലെങ്കിൽ വാട്സപ്പിലൊക്കെ ചോദിക്കും, എന്താണ് ചൂടുകുരുവിനെ പ്രതിരോധിക്കാനുള്ള മാർഗ്ഗം, കുട്ടികൾക്ക് എന്താണ് ചൂടുകുരുവിന് കൊടുക്കേണ്ടത്, വലിയവർക്ക് ഈ ചൂടിനെ പ്രതിരോധിക്കാൻ എന്ത് മാർഗ്ഗങ്ങളുണ്ട്, ഏത് പ്രോഡക്റ്റാണ് കൊടുക്കേണ്ടത്, എന്തുപയോഗിച്ചാലാണ് ഈ ചൂടിനൊരു പ്രതിവിധി കിട്ടുക, അങ്ങനെ എന്തെങ്കിലും പ്രോഡക്റ്റുകൾ ഉണ്ടെന്നൊക്കെ ചോദിക്കുന്നുണ്ടായിരുന്നു. ഞാൻ സ്ഥിരമായിട്ട് ഈ ചൂടുകാലത്ത് പ്രത്യേകമായിട്ട് ഉപയോഗിക്കുന്ന ചില പ്രോഡക്റ്റ് അതൊന്നും നിങ്ങൾ പരിചയപ്പെടുത്തുകയാണ്. എനിക്ക് ഏറ്റവും കൂടുതൽ റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റാണ്. പലർക്കും പല പ്രോഡക്റ്റ് ഉപയോഗിച്ചിട്ടും ഇതിനെ പ്രതിവിധി അവർ കണ്ടെത്തിയിട്ടുണ്ട്. പലർക്കും ഇഷ്ടപ്പെട്ട പല പ്രോഡക്റ്റുകളും ഉണ്ടായിരിക്കും. എനിക്ക് ജ്യൂസിൽ 4 തരം ജ്യൂസ് ഉണ്ടെങ്കിലും അതിൽ 3 ജ്യൂസ് ഞാൻ സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. മറ്റേ ജ്യൂസൊക്കെ ഞാൻ ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടുണ്ടെങ്കിലും അതങ്ങനെ സ്ഥിരമായിട്ടൊന്നും ഉപയോഗിക്കാറില്ല. സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന 3 ജ്യൂസുകളൊന്ന് നോനി, അതുപോലെ തന്നെ അംല, അലോവേര. ഇത് മാറി മാറി ഉപയോഗിക്കാറുണ്ട്. ഏറ്റവും കൂടുതൽ ഉപയോഗിച്ചത് നോനി തന്നെയാണ്. പിന്നീട് അംല ജ്യൂസാണ് ഉപയോഗിച്ചത്. പിന്നീട് അലോവേര ജ്യൂസ് പിന്നെ അലോവേര പ്ലസ് ഉപയോഗിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ കരയില ഉപയോഗിച്ചിട്ട്, കരയില ഒരു ബോട്ടിൽ ഉപയോഗിച്ചിട്ടുണ്ട്. കാരണം പ്രത്യേകിച്ച് ഷുഗറൊന്നും ഇല്ലാത്തതുകൊണ്ട് കരയില ജ്യൂസ് ഒരു ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുള്ളൂ. അതുപോലെ തന്നെ അലോവേര പ്ലസും ഒരു ബോട്ടിൽ ഞാൻ ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ ഇത് 3 സ്ഥിരമായിട്ട് ഉപയോഗിക്കാറുണ്ട്. ഈ അലോവേര പ്രത്യേകമായിട്ട് വേനൽക്കാലത്ത് സ്ഥിരമായിട്ട് വാങ്ങി ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് അലോവേര ജ്യൂസ് എന്നുള്ളത്. ഇത് വേനലാകുമ്പം ഞാൻ ചെയ്യാറില്ല. മറ്റേ സാധാരണ നോർമൽ രീതിയിൽ എന്ത് ചെയ്യും, എൻ്റെ ഓഫീസിൽ അല്ലെങ്കിൽ അവിടെ വെച്ചിട്ട് എന്ത് ഉപയോഗിക്കുകയാണ് ചെയ്തത്. വേനലാകുമ്പോൾ എന്ത് ചെയ്ത് ഫ്രിഡ്ജിലേക്ക് കയറ്റിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചിട്ട് തണുപ്പിച്ചിട്ടാണ് ഇത് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഒന്നും കൂടി ടേസ്റ്റ് അതിന് കൂടുന്നുണ്ട്. മറ്റേ നോർമൽ ജ്യൂസ് ഉപയോഗിക്കുന്നതിൽ ഏറ്റവും കുറവ് ഉപയോഗിക്കുന്നത് അലോവേരയാണ്. വേനൽക്കാലത്താണ് പ്രധാനമായിട്ടും ഇത് ഉപയോഗിക്കാറുള്ളത്. നോർമൽ ഇതിലേക്ക് മറ്റു ജ്യൂസാണ് ഉപയോഗിക്കാറുള്ളത്. അപ്പോൾ ഇവിടെ ഈ അലോവേര ജ്യൂസ് ഫ്രിഡ്ജിൽ വെച്ചിട്ട് നമ്മൾ ഉപയോഗിക്കുന്ന സമയത്ത് നല്ല ടേസ്റ്റ് വരുന്നുണ്ട്. അത് എങ്ങനെയാണെന്ന് ചോദിച്ചാൽ, ഒരു ഗ്ലാസ് വെള്ളത്തിലേക്ക് 2 ടീസ്പൂൺ എന്ത് ചെയ്യാം, അലോവേര അതിലൊന്ന് ഡൈല്യൂട്ട് ചെയ്തെടുത്ത് അതിൻ്റെ ടേസ്റ്റ് നല്ല രീതിയിൽ മാറ്റം വരുന്നുണ്ട്. അത് പ്രത്യേകിച്ച് ഹൈഡ്രേഷൻ നിലനിർത്തുന്ന കാരണത്തിലാണ് ഇത് കാര്യമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം. ഇത് അതിനു വേണ്ടി മാത്രമുള്ളതല്ല, വളരെ ബെനിഫിറ്റ് ഏറിയൊരു പ്രൊഡക്റ്റാണ് അലോവേര ജ്യൂസ് എന്നുള്ളത്. ഒരുപാട് ശാരീരിക ഗുണങ്ങൾ അതുകൊണ്ട് കിട്ടുന്നുണ്ട്. പ്രധാനമായിട്ടും നെഞ്ചരിച്ചിലൊക്കെ, ഇപ്പോൾ അതും എൻ്റെ ഒരു വിഷയമാണ് ഇതിൻ്റെ കൂടെ പറയേണ്ടത്. നെഞ്ചരിച്ചിലും എനിക്ക് കൂടുതലായിരുന്നു. ഇത് ഉപയോഗിച്ചതിന് ശേഷം അങ്ങനത്തെ ഒരു പ്രശ്നം തന്നെ നെഞ്ചരിച്ചിലില്ല എന്നുള്ളതാണ്. അതുപോലെ തന്നെ മലബന്ധം ഇല്ലാതാക്കാൻ വേണ്ടി ഇത് സഹായിക്കുന്നുണ്ട്. ഈവൻ ക്യാൻസറിനെ പ്രതിരോധിക്കാൻ, അതുപോലെ സോറിയാസിസ്, സ്കിൻ പരമായിട്ടുള്ള പ്രശ്നങ്ങൾക്കൊക്കെ ഇത് പ്രതിവിധിയാണ്. മുടിയുടെ വളർച്ചയ്ക്ക് ഇത് സഹായിക്കുന്നുണ്ട്. കണ്ണിൻ്റെ കാഴ്ചശക്തി കൂട്ടാൻ ഇത് സഹായിക്കുന്നുണ്ട്. ഇതിനെപ്പറ്റി ഒരു വീഡിയോ ചെയ്ത് വെച്ചിട്ടുണ്ട്, പോസ്റ്റ് ചെയ്തിട്ടില്ല എന്നുള്ളൂ. അധികം വൈകാതെ തന്നെ ഇത് വരുന്നുണ്ടായിരിക്കും. അലോവേര ജ്യൂസിനെ പറ്റിയിട്ട് തന്നെ ഒരു വീഡിയോ ചെയ്തിട്ടുണ്ട്. അധികം വൈകാതെ തന്നെ പോസ്റ്റ് അതിൽ വ്യക്തമായിട്ട് പറയുന്നുണ്ട്. ഇതിൽ വൈറ്റമിൻ എ, വൈറ്റമിൻ ഇ, വൈറ്റമിൻ ഡി, വൈറ്റമിൻ സി, അതുപോലെ തന്നെ മഗ്നീഷ്യം തുടങ്ങിയിട്ടുള്ള കണ്ടന്റുകളൊക്കെ ചേർന്നതാണ് ഈ അലോവേര ജ്യൂസ്. അതുകൊണ്ട് തന്നെ ഒരുപാട് ശാരീരിക ബെനിഫിറ്റുകൾ ഈ ഉൽപ്പന്നത്തിനുണ്ട്. ഒരുപാട് അസുഖങ്ങൾക്ക് ഇത് പ്രതിവിധിയാണ്. സ്ഥിരമായിട്ട് എല്ലാവരും ഉപയോഗിക്കുക. രോഗം ഇല്ലെങ്കിലും ഇത് ഫുഡ് സപ്ലിമെൻ്റ് ആയതുകൊണ്ട് തന്നെ രോഗം വന്നിട്ട് കഴിക്കുന്ന പ്രോഡക്റ്റ് ഒന്നല്ല, രോഗം വരാതിരിക്കാൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ്. ഈ വേനൽക്കാലത്ത് പ്രധാനമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം എന്താണെന്ന് ചോദിച്ചാൽ, ഹൈഡ്രേഷൻ നിലനിർത്താൻ വേണ്ടിയിട്ട് ഒരു കൂളിംഗ് എഫക്റ്റ് എപ്പോഴും ഉണ്ട്. ചൂടറിയാത്ത രീതിയിലേക്ക് തോന്നൽ വരുന്നുണ്ട് എന്നുള്ളതാണ്. ഒരുപക്ഷെ തോന്നലായിരിക്കും. എനിക്ക് ഏകദേശം റിസൾട്ട് കിട്ടുന്ന പ്രോഡക്റ്റ് എപ്പോഴും പുറത്ത് പോകുന്നതായതുകൊണ്ട് എപ്പോഴും ഇത് ഉപയോഗിച്ചിട്ടാണ് പോറുള്ളത്. ഒരു ദിവസം 2-3 പ്രാവശ്യമൊക്കെ ഉപയോഗിക്കാറുണ്ട്. പ്രധാനമായിട്ട് എടുത്തു പറയുന്ന മറ്റൊരു കാര്യം കൂടി ഇതിനുണ്ട്. അതുകൊണ്ടാണ് ഇത് പ്രധാനമായിട്ട് ഇന്ന് നിങ്ങൾ ഷെയർ ചെയ്യാനുള്ള കാരണം. നമുക്ക് വെള്ളം കുടിച്ചു കഴിഞ്ഞാൽ ദാഹം മാറുന്നൊരു അവസ്ഥ ചിലപ്പോൾ ഉണ്ടാവില്ല. എത്ര വെള്ളം കുടിച്ചാലും ദാഹം മാറില്ല. എന്നാൽ ഇതൊരു ഗ്ലാസ് കഴിച്ചു കഴിഞ്ഞാൽ നമുക്ക് എന്ത് ചെയ്യും, ദാഹം പെട്ടെന്ന് മാറുന്നുണ്ടെന്നുള്ള ഒരു ഗ്ലാസ്. ചില സമയത്തൊക്കെ നമ്മൾ എത്ര വെള്ളം കിട്ടിയാലും ദാഹം മാറാത്തൊരവസ്ഥ ഉണ്ടായിരിക്കും. എന്നാൽ ഇതൊരു ബോട്ടിൽ ഉപയോഗിച്ചിട്ട് ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒരു ബോട്ടിൽ വാട്ടറിൽ എന്ത് ചെയ്യാൻ 2 ടീസ്പൂണോ 3 ടീസ്പൂണോ ഡൈല്യൂട്ട് ചെയ്തിട്ട് ഒന്ന് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്ക് സ്ഥിരമായിട്ട് ആ ഒരു ദാഹം ശമിപ്പിക്കാനുള്ള രീതിയിലേക്ക് ഇത് മാറുന്നുണ്ടെന്നല്ല. അതുപോലെ തന്നെ അപ്പോൾ ഒരു പ്രോഡക്റ്റ് ഉപയോഗിക്കുന്ന ഇതാണ്. മറ്റൊന്ന് കുളിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന, വേനലാകുമ്പോൾ പ്രധാനമായിട്ടും ഞാൻ ഉപയോഗിക്കുന്ന പ്രോഡക്റ്റാണ് ഗ്ലിസറിൻ ആൻഡ് ഹണി ബാർ. ഇത് സോപ്പല്ല, ഒരു ബാറാണ്. സോപ്പാണെങ്കിൽ എന്തിനാണ് TFM വേണം. ഇത് TFM ഇല്ല. TFM ഇല്ലാത്തത് കൊണ്ട് തന്നെ ഇത് സോപ്പൊന്നും ആ കാറ്റഗറിയിൽ ഇതിന് ഉൾപ്പെടുത്താൻ പറ്റില്ല. എന്നാൽ ഇതൊരു മെഡിക്കേറ്റഡ് ആയിട്ടൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കാണാനും വേണ്ടി പറ്റും. ഇതിൽ ആ TFM പകരമായിട്ടുള്ളത് തേനാണ് എന്നുള്ളത് അടങ്ങിയിരിക്കുന്നത്. അപ്പോൾ തേനും ഗ്ലിസറിനാണ് കാര്യമായിട്ട് ഇതിൽ ഉള്ളത്. മോയ്സ്ചറൈസറിനും നൗറിഷിങ്ങിനും ഒക്കെ പറ്റുന്ന വണ്ടർഫുൾ ആയിട്ടൊരു പ്രോഡക്റ്റാണ് ഹണി ഗ്ലിസറിൻ എന്നുള്ളത്. ഇതും അതുപോലെ തന്നെ അത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ നമുക്കൊരു ചൂട് നല്ല രീതിയിൽ പ്രതിരോധിക്കാനും നമ്മുടെ സ്കിന്ന് നല്ല സ്മെല്ല് ഫീൽ ചെയ്യാനൊക്കെ ഇത് സഹായിക്കുന്നുണ്ട്. 2 യൂണിറ്റാണ് ഇതിലുള്ളത്. 100 ഗ്രാമിൻ്റെ 2 യൂണിറ്റാണ് ഇതിലുള്ളത്. 175 റുപ്പീസാണ് ഇതിൻ്റെ MRP വരുന്നത്. അത് തന്നെ ഐഡിയ എടുത്ത ഒരാളുകൾക്ക്, അതായത് മോദിക്കർ കൺസെപ്റ്റിന് ഇത് വില കുറഞ്ഞിട്ടും കിട്ടുന്നുണ്ടെന്നുള്ളത്.
പല രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുന്ന വണ്ടർഫ്ലൈ, പ്രത്യേകിച്ച് എല്ലാ സോപ്പ് ഉപയോഗിക്കേണ്ട എന്ന് പറഞ്ഞ ആളുകൾക്ക് പോലും, സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിന്നുള്ള ആളുകൾക്ക് സോപ്പ് ഉപയോഗിക്കാൻ പറ്റില്ല, അവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റുന്ന, നമുക്ക് ധൈര്യമായിട്ട് സജസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രൊഡക്റ്റാണ് ഹണി ഗ്ലിസറിൻ ബാർ. ഇത് പ്രത്യേകം ശ്രദ്ധിക്കുക, സോപ്പല്ല, ബാറാണ്. സോപ്പാകുമ്പോൾ TFM വേണം, ഇതിൽ TFM ഇല്ല. TFM പകരമായിട്ടുള്ളത് ഹണിയാണ് ഇതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. അപ്പോൾ ഈ പ്രോഡക്റ്റ് എന്ത് ഉപയോഗിക്കുക, ഇതിന് കൂടെ ബോഡി പഫ് കൂടി ഉപയോഗിക്കാൻ ഇത് ഒരുപാട് ലോങ് ലൈഫിങ്ങാണ്. ബോഡി പഫ് ഉപയോഗിച്ച് ജസ്റ്റ് എന്ത് ചെയ്യാമെന്ന് സ്വൈപ്പ് ചെയ്തിട്ട് ജസ്റ്റ് പതപ്പിച്ച് കഴിഞ്ഞാൽ തന്നെ നമ്മൾ ശരീരം മുഴുവനും അത് വെക്കാണ്ട്. അപ്പോൾ അത് ലോങ് ടൈം എന്ത് ചെയ്യാൻ പറ്റും, ഇത് ഉപയോഗിക്കാൻ പറ്റുമെന്നുള്ള കാര്യം കൂടി അതിനുണ്ട്. അപ്പോൾ ഇതാണ് രണ്ടാമതായിട്ട് ഉപയോഗിക്കുന്നത് പ്രോഡക്റ്റ്, ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി. ഈ വേനലിക്ക് പ്രധാനമായിട്ട് ഉപയോഗിക്കാനുള്ള കാരണം ചൂടിനെ പ്രതിരോധിക്കുക. അല്ലെങ്കിൽ സ്ഥിരമായിട്ട് നമുക്ക് ഉപയോഗിക്കാം, ഒരു രാജകീയ സ്നാനം ഒക്കെ നടത്തുന്ന ആളുകൾക്ക് അത് ഉപയോഗിക്കാൻ പറ്റും. സ്കിന്നിൻ്റെ ഒരുപാട് അലർജി പ്രശ്നങ്ങൾക്ക്, ഡിസ്കളറേഷന്, അതുപോലെ തന്നെ പല ശരീരത്തിലുണ്ടാകുന്ന പാടുകളൊക്കെ മാറ്റിയെടുക്കാൻ വേണ്ടിയിട്ട് അത് നല്ല എഫക്റ്റ് ചെയ്യുന്നുണ്ട് ആ പ്രോഡക്റ്റ്. പലർക്കും നല്ല റിസൾട്ട് കിട്ടിയ പ്രോഡക്റ്റാണ്. ചൂടുകുരുവൊക്കെ ഉള്ള ആൾക്ക് എന്തെങ്കിലും ഉപയോഗിച്ച് നോക്കാം. ചെറിയ കുട്ടികൾക്കും വലിയവർക്കൊക്കെ ഉപയോഗിക്കാൻ പറ്റും. കാരണം ഗ്ലിസറിനും ഹണിയാണ് അതിൽ ആഡ് ചെയ്തിരിക്കുന്നത്. പിന്നീട് ഒരു പ്രോഡക്റ്റാണ് പുറത്തൊക്കെ പോകുമ്പോൾ, ഇത് സ്ഥിരമായിട്ട് ഉപയോഗിക്കാറില്ല, എന്നാലും പുറത്തൊക്കെ പോകുന്ന സമയത്ത് ഉപയോഗിക്കാൻ വേണ്ടി ശ്രദ്ധിക്കുന്ന ഒരു പ്രോഡക്റ്റാണ് മെൻസിൻ്റെ ഫെയർനെസ് ക്രീം എന്നാണ് ഈ പ്രോഡക്റ്റ്. ഇത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ കിട്ടുന്ന ഒരു ബെനിഫിറ്റ് എന്താണെന്ന് ചോദിച്ചാൽ, മറ്റൊരുപാട് ബെനിഫിറ്റ് ഇതിനുണ്ട്. എങ്കിൽ പ്രധാനമായിട്ടുള്ള ബെനിഫിറ്റ്, നമുക്ക് ഏത് ചൂട് സമയത്ത് ഇറങ്ങിക്കഴിഞ്ഞാലും, പ്രത്യേകിച്ച് ബൈക്കിലൊക്കെ സഞ്ചരിക്കുന്ന സമയത്ത് മുഖത്തിനാണ് ഏറ്റവും കൂടുതൽ ചൂട് ഏൽക്കുന്നത്. ഇപ്പോൾ ഉഷ്ണതരംഗം ഉള്ളത് കൊണ്ട് തന്നെ വെയിലെന്ത് ചെയ്യാം, ഉള്ളിലേക്ക് കയറി വരുന്നത് പോലെ നമുക്ക് തോന്നും, ശരീരത്തിൽ ഉള്ളിലേക്ക് കടന്നിറങ്ങുന്നത് പോലെ തോന്നും. അപ്പോൾ അതിനെ നന്നായിട്ട് ഇത് പ്രൊട്ടക്ട് ചെയ്യുന്നുണ്ട്. ആ സമയത്ത് നമ്മൾക്ക് കൂളിംഗ് എഫക്റ്റ്, ഒരു തണുത്തൊരു നമ്മൾ ഹെർബൽ ഓയിൽ ഉപയോഗിച്ചാൽ കിട്ടുന്ന അതേ ഒരു ഫീൽ ഇത് എന്ത് ചെയ്യും, ഇത് ഉപയോഗിച്ചാൽ കിട്ടുന്നുണ്ട്. അത് ലോങ് ടൈം ലാസ്റ്റ് ചെയ്യുന്നുണ്ട്. നമ്മൾ രാവിലെ ഇറങ്ങിക്കഴിഞ്ഞാൽ വൈകുന്നേരം ആവുമ്പോഴും ഇത് കിട്ടുന്നുണ്ടെന്നുള്ളത്. അതിനുശേഷം നമ്മൾ വീട്ടിൽ വന്നിട്ട് ഇത് ജസ്റ്റ് ഒന്ന് ഏതെങ്കിലും ഫേസ് വാഷിട്ട് മുഖം കഴുകിയാൽ തന്നെ ആ പോൾസിൻ്റെ ഉള്ളിലൊക്കെ, അതായത് ചെറിയൊരു ശരീരത്തിനുള്ള ഹോൾസ് ഉണ്ടാവുമല്ലോ, വിയർപ്പൊക്കെ വരുന്ന ഗ്രന്ഥികൾ, അതിൻ്റെ ഉള്ളിലേക്ക് എന്ത് ചെയ്യാൻ ഇറങ്ങി പോകുന്ന ഡേർട്സിനൊക്കെ എന്ത് ചെയ്യാൻ പറ്റും, പരിപൂർണ്ണമായിട്ടും ക്ലീൻ ചെയ്തെടുക്കാൻ പറ്റുന്ന ഒരു പ്രോഡക്റ്റാണ് ഫെയർനെസ് ക്രീം എന്നുള്ളത്. മുഖകാന്തിക്ക് ഇത് ഉപയോഗിക്കാൻ പറ്റും. സ്ഥിരമായിട്ട് ഉപയോഗിക്കുകയാണെങ്കിൽ മുഖത്ത് നല്ലൊരു പ്രസരിപ്പും നല്ലൊരു ഒരു ഷോക്ക് എന്ത് ചെയ്യാൻ പറ്റും, കാണിക്കാൻ വേണ്ടി പറ്റും. കലകൾ പോക്കാനും പാടുകളൊക്കെ പോക്കാൻ വേണ്ടിയിട്ടൊക്കെ ഇത് ഉപയോഗിക്കാൻ പറ്റും. സോഫ്റ്റ് സ്കിന്നൊക്കെ ആക്കി മാറ്റാനൊക്കെ ഇത് പറ്റുമെന്നുള്ളത്. പക്ഷേ ഈ സമയത്ത് ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെ ഒരു റിസൾട്ടും കൂടി അതിനുണ്ട് എന്നുള്ളത്, ഒരു കൂളിംഗ് എഫക്റ്റ് കൂടി ഇതിലുണ്ട്. അപ്പോൾ ഈ 3 പ്രോഡക്റ്റാണ് സ്ഥിരമായിട്ട് ഉപയോഗിക്കുന്ന പ്രോഡക്റ്റുകളാണ്. ഇതൊന്ന് നിങ്ങളുമായിട്ട് പരിചയപ്പെടുത്തുക എന്നുള്ള രീതിയിലാണ് വന്നിരിക്കുന്നത്. അപ്പോൾ നിങ്ങൾ ഉപയോഗിച്ച് നോക്കുക. നിങ്ങൾ വേണമെങ്കിൽ ഒരു പക്ഷേ ചൂടിനെ പ്രതിരോധിക്കാൻ വേണ്ടി ഉപയോഗിക്കുന്ന മറ്റ് പ്രോഡക്റ്റുകളായിരിക്കാം, അത് നിങ്ങൾ അതിൻ്റെ കൂടെ തന്നെ കമൻറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. മറ്റുള്ളവർക്ക് ഉപകാരമാണ്. ഓക്കെ, താങ്ക് യു.